ഇതുപോലെ തന്നെ വേറൊരു അസുഖമുണ്ട്. നമ്മൾ മലയാളത്തിൽ അതിനെ എലിപ്പനി എന്ന് പറയും. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എലിപ്പനിയുടെ ഇംഗ്ലീഷ് അതായത് മെഡിക്കൽ ടേം ആണ് ലെപ്റ്റോസ്പൈറോസിസ്. ഓക്കെ, അല്ലെങ്കിൽ വീൽസ് ഡിസീസ് എന്ന് പറയും. അത് എലിയിൽ നിന്നാണ് വരുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലിയുടെ മൂത്രത്തിലൂടെ അത് വെള്ളത്തിലേക്ക് വന്ന് നിങ്ങളുടെ കാലൊക്കെ ചിലപ്പോൾ മുറിഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ പോയി ഫുട്ബോൾ കളിക്കുന്ന ഗ്രൗണ്ടിൽ നിറയെ ചിലപ്പോൾ വെള്ളം കാണും. അപ്പം നമ്മൾ അവിടെ പോയി കളിച്ചിട്ട് വന്നിട്ട് ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? വാഷ് ചെയ്യണം. നല്ലതുപോലെ കാല് നമ്മൾ വാഷ് ചെയ്യണം. എന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിവതും അങ്ങനെ പോയി നമ്മൾ അങ്ങനത്തെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ കളിക്കാൻ പാടില്ല. എലിപ്പനിയുടെ സിംറ്റവും ഭയങ്കര കൺഫ്യൂസിങ് ആണ്. എല്ലാ പനികളും ഏകദേശം ഒരുപോലെ ഇരിക്കും. പനി, ദേഹം വേദന, തലവേദന, കണ്ണ് ചിലപ്പോൾ ചുമന്ന് വരിക, അങ്ങനത്തെയൊക്കെ സിംറ്റം ആയിരിക്കും. പക്ഷെ നമ്മൾ സെൽഫ് മെഡിക്കേഷൻ എടുത്ത് 2 ദിവസത്തിൽ കൂടുതൽ നിങ്ങൾ ഒരിക്കലും സമ്മതിക്കരുത്. ഇപ്പൊ പേരൻസ് പറയാതിരിക്കട്ടെ, അത് മാറിക്കോളും, കുഴപ്പമില്ല. പക്ഷെ 2 days ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ കണ്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റും കൂടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ അസുഖം പിന്നെ വരില്ല, അല്ലെങ്കിൽ അതിൻ്റെ വേർസ്റ്റ് സ്റ്റേജിലേക്ക് അത് പോകാണ്ടിരിക്കും. ഈ എല്ലാ അസുഖങ്ങളും ഞാൻ പറഞ്ഞ ഡെങ്കി ആണെങ്കിലും ശരി, എലിപ്പനി ആണെങ്കിലും ശരി, ഇപ്പൊ നിങ്ങൾ ഈ മുറിയിൽ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 90% ആൾക്കാർക്കും അത് വലിയ പ്രോബ്ലം ആവില്ല. പക്ഷെ കുറച്ച് പേർക്ക് അത് ഭയങ്കര സിവിയർ ആയിട്ട് വരും. അപ്പൊ ആ ഒരു പ്രശ്നം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറയണത്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. പുറത്തൊക്കെ പോയിട്ട് വന്നാൽ കാല് നല്ല വൃത്തിയായിട്ട് സോപ്പിട്ട് കഴുകണം. ഓക്കെ. പിന്നെ നിങ്ങൾ മലേറിയ എന്ന് പറഞ്ഞിട്ടുള്ള അസുഖത്തിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ആരും എന്നോട് മലേറിയ എന്ന് പറഞ്ഞല്ലോ. മലേറിയ എങ്ങനെയാണ് പകരുന്നത്? കൊതുക്. നമ്മുടെ നാട്ടിലുള്ള മിക്ക അസുഖങ്ങളും എങ്ങനെയാണ് വരുന്നത്? കൊതുക് കടിച്ചിട്ടാണ്, റൈറ്റ്? അപ്പോൾ ഇതും കൊതുക് കടിക്കുമ്പോൾ വരുന്ന ഒരു അസുഖമാണ്. പക്ഷെ ബാക്കിയുള്ള ഫീവേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രയും കോമൺ അല്ല നമ്മുടെ നാട്ടിൽ. മലേറിയ കോസ് ചെയ്യുന്ന മസ്കിറ്റോയും ഡെങ്കു കോസ് ചെയ്യുന്ന മസ്കിറ്റോയും രണ്ടാണ്. സോ ദേ ആർ ഡിഫറെൻറ്റ്. അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു പനി വരികയാണെങ്കിൽ നമ്മൾ 2 days കൂടുതൽ സെൽഫ് മെഡിക്കേഷൻ പാടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? 2 ദിവസത്തിൽ കൂടുതൽ, അല്ലെങ്കിൽ സ്കൂളിൽ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് വീട്ടിൽ കിടന്ന് മരുന്ന് അങ്ങനെ നിങ്ങൾ സമ്മതിക്കരുത്. ഒരു 3rd day ആകുമ്പോഴും പനി വിട്ടിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ വന്നിട്ട് ബ്ലഡ് വർക്കപ്പ് ചെയ്യണം. ഹോസ്പിറ്റലിൽ ചെന്ന് പീഡിയാട്രിഷ്യനെ നിങ്ങൾ കാണണം. ഓക്കെ. പിന്നെ ഏറ്റവും ആദ്യം നിങ്ങൾ പറഞ്ഞ അസുഖം ഷിഗല്ലോസിസ്. ഷിഗല്ലോസിസ് എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്? വെള്ളത്തിലൂടെ, ഭക്ഷണത്തിലൂടെ. ഓക്കെ. ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ ആണ്. അപ്പൊ നിങ്ങൾ പല സ്ഥലത്തും, ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങി നിങ്ങൾ നടക്കുന്ന വഴിക്ക് ഒരു കട കണ്ടു, അവിടെ ഒരു നല്ലൊരു കളറിലുള്ള ഒരു ഷർബത്ത് കണ്ടു, വേഗം അത് മേടിച്ചു കുടിച്ചു. നമുക്കറിയില്ല എന്ത് ക്വാളിറ്റി ഓഫ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് അവരത് നമുക്ക് ഉണ്ടാക്കി തരുന്നതെന്ന്. സോ നമ്മൾ പുറത്തുനിന്ന് കുടിക്കുമ്പോഴും കഴിക്കുമ്പോഴും ഫുഡ് ഷുഡ് ഓൾവേസ് ബി ഹോട്ട്. ചൂട് ഭക്ഷണമാണെങ്കിൽ ഓക്കെ, തണുത്തിരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ റിസ്ക് ഉണ്ട്. ഓക്കെ. അത് 1. 2, നമ്മളിപ്പോൾ പുറത്തുനിന്ന് വല്ല ഫ്രൂട്ട്സിൻ്റെ ഷേക്ക് മേടിച്ച് കുടിക്കുക, അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് മേടിച്ച് കഴിക്കുക. വാഷ് ചെയ്യണം എല്ലാം നല്ലതുപോലെ. വീട്ടിൽ കൊണ്ടുപോയിട്ടാണെങ്കിലും പെട്ടെന്ന് എടുത്ത് കഴിക്കരുത്. നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഫുഡ് കഴിക്കാൻ. ഹോട്ട് ആൻഡ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. ഷിഗല്ലോസിസിന്റെ സിംറ്റം എന്താണ്? എങ്ങനെയാണ് ഷിഗല്ല വന്നു നമുക്ക് മനസ്സിലാവുന്നത്? ലൂസ് സ്റ്റൂൾസ് ആയിരിക്കും, ലൂസ് മോഷൻ ആയിരിക്കും. ഓക്കെ. ഡയറിയ. അപ്പൊ സിവിയർ ഡീഹൈഡ്രേഷൻ വരും. നമ്മൾ കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേഷൻ എന്ന് വെച്ചാൽ എന്താ? ദാഹമല്ല, നമ്മുടെ ദേഹത്തുള്ള വെള്ളം ഫുൾ പോകും. നമ്മുടെ ബോഡി വെയിറ്റിന്റെ മേജർ പാർട്ട് നിങ്ങൾക്ക് എന്താന്നാ തോന്നുന്നത്? വാട്ടർ ആണോ അതോ സോളിഡ് ആണോ? വാട്ടർ. നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ദ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മോർ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ. സോ വാട്ടർ ലോസ് വരുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റംസും ഷട്ട് ഡൗൺ വരും. നമ്മൾ ഷോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകും. നമുക്ക് ഹാർട്ട് റേറ്റ് ഉണ്ടാവില്ല, നമ്മുടെ BP ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കുന്നതിനെക്കാട്ടും സ്പീഡിൽ ഈ അസുഖങ്ങൾ നമുക്ക് വരികയും ചെയ്യും, നമുക്കത് മാറ്റാനും പറ്റില്ല. സോ പ്രിവെൻഷൻ അഗൈൻ, കൈ വൃത്തിയായിട്ട് കഴുകണം. ഹോട്ട് ഫുഡ് മാത്രമേ കഴിക്കാവൂ. ലെഫ്റ്റ് ഓവർ ഫുഡ് ഒന്നും നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഫ്രഷ് ജ്യൂസസ്, കോൾഡ് ആയിട്ടുള്ള ഷേക്സ് അതൊക്കെ മേടിച്ച് കുടിക്കുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. ഓക്കെ. പുറത്തുനിന്ന് ഈ ഒരു സമയത്ത് മഴക്കാലത്ത് കഴിവതും
ഭക്ഷണം മേടിച്ച് കഴിക്കാണ്ടിരിക്കുക, വീട്ടിൽ പോയി കഴിക്കാം. ചൂടോടെ കുക്ക് ചെയ്യുന്ന ഫുഡ് ചിലപ്പോൾ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ലായിരിക്കും, പക്ഷെ എന്നാലും ദാറ്റ്സ് ഓൾവേസ് സേഫർ. ഓക്കെ, അപ്പൊ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് കോൾഡ് വരികയാണെങ്കിലും പറയാനുള്ളത്. ജസ്റ്റ് ഒരു കോമൺ കോൾഡ് ആയിരിക്കും. രാവിലെ എണീറ്റ് 4 തുമ്മല്, മൂക്കൊലിക്കാൻ തുടങ്ങി. എന്നാലും സ്കൂളിൽ വരികയാണെങ്കിൽ യു ഷുഡ് വെയർ എ ട്രിപ്പിൾ ലെയർ മാസ്ക്. സർജിക്കൽ മാസ്ക് അല്ലെങ്കിൽ ട്രിപ്പിൾ ലെയർ മാസ്ക്. ക്ലോത്ത് മാസ്ക് കൊണ്ട് നമുക്ക് കാര്യമില്ല, അത് നനഞ്ഞു വരും. ഓക്കെ, സോ ഒരു പാക്കറ്റ് ട്രിപ്പിൾ ലെയർ മാസ്ക് നമ്മൾ മേടിച്ച് വെച്ചാൽ മതി. പക്ഷെ ഈ ഒരു സീസണിൽ നിങ്ങൾ ഏറ്റവും അധികം ഓർക്കണം എന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്ന കാര്യമാണ് ഫ്ലൂ വാക്സിൻ. എല്ലാ വർഷവും നിങ്ങൾ ആ വാക്സിൻ എടുക്കണം. യു ഹാവ് ടു ഗോ ആൻഡ് ടേക്ക് ദ വാക്സിൻ. ഇപ്പൊ ഫ്ലൂവിന്റെ സീസൺ ആണ്. കുറേ പേർക്ക്, ടീച്ചേഴ്സിന്, സ്റ്റുഡൻസിന്, വീട്ടിലുള്ളവർക്ക്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക്, കൊച്ചു കുട്ടികൾക്ക് ഒക്കെ ഫ്ലൂ വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ ആയിട്ട് വരും. ഭയങ്കര സിക്കാവും ആൾക്കാർ. കുറേ ദിവസം നമുക്ക് പോകാൻ പറ്റില്ല, സ്കൂളിലോ അല്ലെങ്കിൽ ഓഫീസിലോ ഒന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഒറ്റ ഡോസ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നല്ല പ്രൊട്ടക്ഷൻ ആണ്. സോ ബി വെരി കെയർഫുൾ. ഓക്കെ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിലാണെങ്കിലും ശരി, ഞാൻ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ശരി, കുറേ പേർക്ക് ഫ്ലൂ വന്നു. ബട്ട് ഐ എം വെരി കോൺഫിഡൻറ്റ് ദാറ്റ് കുഴപ്പമൊന്നും വരില്ല, ബിക്കോസ് ഐ ഹാവ് ടേക്കൺ ദ ഫ്ലൂ വാക്സിൻ. സോ ഫ്ലൂ വാക്സിൻ യു ഷുഡ് ഓൾവേസ് ടേക്ക്. ആ ഒരു മെസ്സേജാണ് നമുക്ക് നിങ്ങൾക്ക് തരാനുള്ളത്. കുട്ടികളായിരിക്കുമ്പോൾ ഇഫ് യു ടേക്ക് ദ വാക്സിൻ, ദ പ്രൊട്ടക്ഷൻ വിൽ ഓൾസോ ബി വെരി വെരി ഹൈ. ബിക്കോസ് നിങ്ങൾ കുട്ടികളാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഇമ്മ്യൂണിറ്റി എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി തൊട്ടിട്ട് വീട്ടിൽ പോയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യാം? വാഷ് യുവർ ഹാൻഡ്സ്. കൈ കഴുകാൻ അറിയാവോ എല്ലാവർക്കും? ഹാൻഡ് വാഷിംഗ് പഠിച്ചിട്ടുള്ളതല്ലേ? കൈയിന്റെ ബാക്കിൽ കഴുകാൻ മറക്കരുത്. കൈ മാത്രമല്ല, പാം മാത്രമല്ല. ഓക്കെ, ബാക്ക് ഓഫ് ഹാൻഡ്സ് കഴുകണം, റിസ്റ്റ് കഴുകണം. ഓക്കെ, അതുപോലെ തന്നെ മുഖമൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക, കാലും ഒക്കെ നല്ല ക്ലീൻ ആയിട്ട് സോപ്പിട്ട് കഴുകുക. അല്ലാണ്ട് ചെന്ന് കയറുമ്പോഴേ വിശക്കണമെന്ന് പറഞ്ഞ് നേരെ പോയി ഫുഡ് എടുത്ത് കഴിക്കാൻ പാടില്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലും അപ്പർ റെസ്പിറേറ്ററി ഇൻഫെക്ഷന്റെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ, if you have to come to school, you have to wear a mask, else you should take rest at home. എത്ര ദിവസം നമ്മൾ വീട്ടിലിരിക്കും വിതൗട്ട് സീയിങ് എ ഡോക്ടർ? 2 days. 3rd day ആയിട്ടും ഫീവർ ഒട്ടും കുറയുന്നില്ലെങ്കിൽ we should visit the nearest health center. ഏതെങ്കിലും അടുത്തുള്ള സ്ഥലത്ത് പോയി ഡോക്ടറിനെ കണ്ട് ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യണം. ആൻഡ് വീട്ടിൽ പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻസിനടുത്ത് ഫ്ലൂ വാക്സിന്റെ കാര്യം നിർബന്ധമായിട്ടും പറയണം. ഓക്കെ, ഇങ്ങനെ ഒരു വാക്സിൻ ഉണ്ട്, അതൊരു അസുഖം വരാണ്ടിരിക്കുമെങ്കിൽ why should we not take the vaccine? ചോദിക്കോ? ഓക്കെ.